ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ബ്ലൂബെറി ക്രഷ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതേസമയം തന്നെ ഇതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതും കൂടെ മറ്റൊരു പാത്രത്തിൽ തിളപ്പിക്കണം. ഈ പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും ചൂട് ഒരേ ലെവലായിരിക്കണം. അപ്പോൾ നല്ല ക്ലിയറായിട്ട് ഇത് കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ ചൈന ഗ്രാസ് കിട്ടേണ്ടത്. ഇതിൽ വെള്ളം കുറഞ്ഞു പോയാലും ഈ പുഡിങ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് പുഡിങ്ങിന് കിട്ടൂല. അപ്പോൾ ദാ പാല് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടെ പകുതിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നു മാത്രം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. ചൈന ഗ്രാസ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് തിളക്കണമെന്നില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അതാ നന്നായിട്ട് ഇതൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ചൈന ഗ്രാസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അതിൽ കഷ്ണങ്ങളൊന്നും കാണുന്നില്ല. അത് ആ ചൈന ഗ്രാസ് ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒഴിച്ച് വെക്കാനുള്ള ബൗള് ആദ്യം ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ചൂടോടെ തന്നെ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടാറാൻ വേണ്ടി കാത്തു നിൽക്കരുത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായി വരും. അപ്പോൾ ചൂടോടെ തന്നെ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ബ്ലൂബെറിയുടെ ക്രഷ് കുറേശ്ശെയായിട്ടിങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം സെറ്റായതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലൂബെറിയുടെ ക്രഷ് ഇതുപോലെ ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു റൗണ്ടിൽ ഇങ്ങനെ കാണും. അപ്പോൾ ആ നല്ലൊരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ദാ നന്നായിട്ട് തണുത്ത് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉൾവശത്തൊക്കെ ഈ ബ്ലൂബെറിയുടെ ക്രഷ് കണ്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.